കരിമ്പട്ടികയിൽപ്പെട്ട സോഫ്റ്റ്വെയർ കമ്പനി MKCLന് 10 ലക്ഷം യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ ഡേറ്റ കൈമാറിയതിൽ പരാതികൾ ഉയർന്നിട്ടും പിന്നോട്ടു പോകാതെ ഇടത് സർക്കാർ. സർവകലാശാലകളിൽ സ്പ്രിംഗ്ലർ മോഡൽ ഡേറ്റ തട്ടിപ്പ് നടന്നിട്ടും പ്രതിപക്ഷവും മൗനം തുടരുകയാണ്. അതേസമയം സർക്കാർ നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് ABVP. ജനം ടിവിയാണ് ഈ വാർത്ത ആദ്യമായിട്ട് പുറത്ത് വിട്ടത്. MKCLന് 10 ലക്ഷം യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ ഡേറ്റ കൈമാറി എന്നുള്ള ഒരു വാർത്ത. വ്യക്തമായിട്ട് പരാതികൾ ഉയർന്നിട്ട് പോലും സർക്കാർ ഇതിലൊരു നടപടികളിലേക്ക് പോകുന്നില്ല. ഒപ്പം ചെറിയ കാര്യങ്ങൾ പോലും സംസാരിക്കുന്ന പ്രതിപക്ഷവും ഇതിൽ മൗനം തുടരുകയാണ്. രശ്മി കാർത്തികയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ. രശ്മി, വലിയൊരു തട്ടിപ്പ്, അതും യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ ഡേറ്റയാണ് കൈമാറിയത്. പരാതി കൊടുത്തിട്ട് പോലും ഒരു നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നുമില്ല. രജനി, ഈ സർവകലാശാലകളെ എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ MKCLന് ഈ കരാർ നൽകുകയും സോഫ്റ്റ്വെയർ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിമർശനം നിലവിൽ ഉയരുകയാണ്. ഈ സ്പ്രിംഗ്ലർ മോഡൽ തട്ടിപ്പാണ് നിലവിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഉയരുന്ന ഒരു വിമർശനം. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കാതെ ചട്ടങ്ങൾ ലംഘിച്ച് സംസ്ഥാന സർക്കാർ, മഹാരാഷ്ട്ര സർക്കാർ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ MKCL എന്ന കമ്പനിക്ക് കരാർ നൽകിയതിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് ഉയർന്ന ഒരു ആരോപണം. ഈ സംസ്ഥാനത്തെ സർവകലാശാലകളുടെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടെയാണ് നിലവിൽ ഇത്തരത്തിൽ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികളെയും ഈ ഡേറ്റകളും KRIPന്റെ സെർവറിൽ അപ്ലോഡ് ചെയ്ത് സർവകലാശാലകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഡേറ്റ ഉൾപ്പെടെ കൈമാറുന്നത്. ഏതായാലും പരീക്ഷ നടത്തിപ്പ്, മൂല്യനിർണ്ണയം ഉൾപ്പെടെയുള്ള നടപടികളൊക്കെ ഏകീകരിക്കാനുള്ള കരാറാണ് ഈ സ്വകാര്യ ഏജൻസിക്ക് നൽകിയത്. 10 ലക്ഷം വിദ്യാർത്ഥികളുടെ വിവരങ്ങളാണ് ഇത്തരത്തിൽ കൈമാറുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ABVP ഗവർണർക്കുൾപ്പെടെ കത്ത് നൽകിയിട്ടുണ്ട്. അടിയന്തരമായി നടപടി കൈക്കൊള്ളണം എന്നുള്ളതാണ് ആവശ്യം. ഇതുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കുമെന്നുള്ളത് ABVP അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്. ശരി.